A 65-year-old woman was mauled to death by a pack of stray dogs on a coastal beach last Friday. The same day, another woman was attacked and severely injured in the same area. Kerala Chief Minister Pinarayi Vijayan on Monday directed officials to take urgent steps to tackle stray canines with the help of trained dog catchers. ഫണ്ട് തരാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാവരും തുടങ്ങണം എന്ന് മാത്രം. നമ്മുടെ പഞ്ചായത്തുകളിൽ ഈ സ്ട്രേ ഡോഗിനെ ക്യാച്ച് ചെയ്യുന്നതിനുള്ള ക്യാച്ചേഴ്സിനെ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ സ്ട്രേ ഡോഗിനെ സൂക്ഷിക്കുന്നതിന് ഫീഡിങ്ങിനുമായിട്ട് കെന്നൽ പട്ടിക്കൂടുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനോ അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് ചെയ്തേ മതിയാവും. Okay, it is not an option at the doctor. I am ordering you, it has to start. Infrastructure limitation ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് നോക്കാം, പരിശോധിക്കാം എങ്ങനെയാണ്. മറ്റൊന്ന് നിങ്ങളുടെ ഡിസ്ക്രിഷൻ, ഡോക്ടേഴ്സിന്റെ ഡിസ്ക്രിഷൻ ഇല്ല ഇവിടെ. ഞാൻ ലെറ്റ് ഇറ്റ് ബി വെരി ക്ലിയർ. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ദയവായി. ഇവിടെ ഡിസ്ക്രിഷൻ ഇല്ല, അതായത് ചെയ്യാമോ ഇല്ലയോ എന്ന് ചോദ്യം ഞാൻ ചോദിക്കാൻ ഇവിടെ വന്നതില്ല. ചെയ്തേ മതിയാവും. ഓക്കെ, ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ ഇരിക്കേണ്ടാന്ന് പറഞ്ഞോളൂ. The incidents have also triggered the government to implement an effective animal birth control program. We want to set up sterilization units, mobile sterilization units, to prevent this attack from the side of dogs. Government has decided to make a campaign for 3 years. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുക, പേവിഷബാധയും മറ്റു മാരകമായ ജന്തുജന്യ രോഗങ്ങളും ഉന്മൂലനം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെ 2001 ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് പ്രകാരം ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന പേരിൽ ABC പദ്ധതി നടപ്പിലാക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിനുതകുന്ന ഫലപ്രദമായ ഒരേയൊരു ശാസ്ത്രീയ മാർഗം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലും മഹാനഗരങ്ങളിലും ഈ പദ്ധതി ഫലപ്രദമായി നടത്തിവരുന്നു. എറണാകുളം ജില്ലയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ ABC പദ്ധതി വളരെ വിജയകരമായി നടന്നുവരുന്നു. 2015 തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമായ സാഹചര്യത്തിലും
മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലുമാണ് കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ ABC പദ്ധതിയിൽ നടപ്പിലാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്നത്. ABC റൂളിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് പ്രകാരം ഉള്ള മോണിറ്ററിംഗ് സമിതിയുടെ രൂപീകരണമായിരുന്നു ആദ്യ ചുവട്. പഞ്ചായത്ത് പ്രസിഡന്റ് എക്സ് ഒഫിഷ്യോ ചെയർമാനായ ഈ സമിതിയിൽ വെറ്ററിനറി സർജൻ, ആരോഗ്യവകുപ്പിലെ ഒരു പ്രതിനിധി, ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പ്രതിനിധികൾ, SPCAയുടെ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, മൃഗസ്നേഹികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു. ആദ്യ പടിയെന്നോണം പഞ്ചായത്തിലെ തെരുവ് നായ്ക്കളുടെ എണ്ണം കണ്ടെത്തുന്ന സർവേ പ്രക്രിയയായിരുന്നു. പഞ്ചായത്തിലെ വിവിധ ബ്ലോക്കുകളായി തിരിച്ച് തെരുവ് നായ്ക്കൾ കൂട്ടം കൂടുന്ന ഇടങ്ങളും അവയുടെ സഞ്ചാര ദിശയും തിരിച്ചറിഞ്ഞ് ആകെ തെരുവ് നായ്ക്കളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സർവേ രീതികൾ നടപ്പാക്കി. വെറ്ററിനറി സർജന്മാർക്ക് ABC ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഈ സർവേ രീതികൾ അറിയാവുന്നതാണ്. ഇപ്രകാരം കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ 107 തെരുവ് നായ്ക്കളെ കണ്ടെത്തുകയും അവയിൽ 73 എണ്ണത്തിനെ നാളിതുവരെ ABC പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള മൃഗാശുപത്രിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു മുറിയിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കുകയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ സർജിക്കൽ ടേബിൾ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, മരുന്നുകൾ എന്നിവ SOPയിലെ സർജിക്കൽ പ്രോട്ടോക്കോളിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പ്രകാരം വെറ്ററിനറി സർജൻ്റെ മേൽനോട്ടത്തിൽ തന്നെ സജ്ജമാക്കി. സർജറിക്ക് ശേഷമുള്ള പട്ടിയെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പട്ടിക്കൂടുകൾ എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയാണ് ഈ പട്ടിക്കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടി ചിലവ് വന്നത്. അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പറേഷനെ തുടർന്നുള്ള സർജിക്കൽ വേസ്റ്റ് നശിപ്പിച്ച് കളയുന്നതിനുള്ള ഇൻസിനറേറ്റർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ വക സംഭാവനയായി കുന്നുകര ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ അംഗം കൂടിയായ ഒരു വനിതയാണ് നിലവിൽ പട്ടി പിടിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു മൃഗസ്നേഹി കൂടിയായ ഇവർക്ക് പരിശീലനം നൽകിയത് വെറ്ററിനറി ഡോക്ടർ തന്നെയാണ്. SOPയിൽ പരാമർശിച്ചിട്ടുള്ള ലൂപ്പ് ആൻഡ് സാക്ക് സമ്പ്രദായത്തെക്കാളും നൂതനവും എളുപ്പവും മൃഗസൗഹാർദ്ദപരവുമായ ഒരു പുതിയ മാർഗമാണ് വെറ്ററിനറി ഡോക്ടർ അവലംബിച്ചിട്ടുള്ളത്. കെണി, കൂട്, വല എന്നിവ ഉപയോഗിച്ചാണ് തെരുവ് നായ്ക്കളെ പിടികൂടുന്നത്. ഇതിനായുള്ള 7 കൂടുകൾ ഒരു സന്നദ്ധ സംഘടനയുടെ സംഭാവനയായി ലഭിച്ചിട്ടുള്ളതാണ്. വീട്ടിൽ വളർത്തുന്ന മുഴുവൻ നായ്ക്കളെയും ആൻറ്റി റേബീസ് വാക്സിനേഷൻ നൽകുകയും അവയ്ക്ക് ലൈസൻസ് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് താൽപ്പര്യമുള്ള ഉടമകളുടെ വളർത്തു നായ്ക്കളെ വന്ധ്യീകരിക്കുന്ന പ്രക്രിയയും നടപ്പിലാക്കി. പൊതുജനങ്ങൾക്ക് ABC പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിപുലമായ ബോധവൽക്കരണ പരിപാടികളും നടത്തി. അതിനുശേഷമാണ് തെരുവ് നായ്ക്കളെ പിടികൂടുകയും വന്ധ്യീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചത്. ഇപ്രകാരം വന്ധ്യീകരിച്ച തെരുവ് നായ്ക്കളെ 3 മുതൽ 4 ദിവസം വരെ കൂടുകളിൽ പാർപ്പിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നു.